ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സഖീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് മുർഷിദ ഫ്രം സഖിയ. സോ വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സഖിയ സ്പീക്സ്. ഇന്നത്തെ സഖിയ സ്പീക്സിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചാണ്. ഡിസംബർ മാസമൊക്കെ ആയി, 2026 നമ്മുടെ പടിക്കലെത്തി. അപ്പോൾ വിഷൻ ബോർഡും ന്യൂ ഇയർ റെസൊല്യൂഷനും ഒക്കെയുള്ള തിരക്ക് പിടിച്ചൊരു ടൈം ആയിരിക്കും അല്ലേ? നമുക്കുണ്ടാക്കാം ഒരു വിഷൻ ബോർഡ്. ഞാനും കുറച്ച് വർഷം മുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി, ഇതൊരു ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ കൊളാഷും കാര്യങ്ങളൊക്കെ ഒരു തട്ടിപ്പം പരിപാടിയല്ലേ, ഒരു ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളത്. പക്ഷേ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. നമ്മുടെ ഗോൾസിലേക്കൊക്കെ ഉള്ള ഒരു റിമൈൻഡർ ആണ് വിഷൻ ബോർഡ്. നമ്മുടെ ലൈഫ് എന്ന ഗൂഗിൾ മാപ്പിന് ഒരു റീസെൻഡർ ബട്ടൺ പോലെയാണ്. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഗോൾസ് എന്നുള്ളത് നമ്മളൊന്നും കൂടെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പവർഫുൾ ടൂളാണ് വിഷൻ ബോർഡ്. നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആക്കുന്നതാണ് വിഷൻ ബോർഡിലുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിക്ചേഴ്സും വേർഡ്സും കോഡ്സും എല്ലാം കൂടെ ഒരു ബോർഡിൽ പേസ്റ്റ് ചെയ്തോ പ്രിന്റ് ചെയ്തോ ഒക്കെ വെക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഡിജിറ്റലായിട്ടും വിഷൻ ബോർഡ് യൂസ് ചെയ്യാം. നമ്മുടെ സഖിയയിൽ ഡിസംബർ 7th 14th വിഷൻ ബോർഡ് ഗേൾസ് നൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത് ഐഡിയേഷനും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കണ്ടുപിടിക്കലും ഈ പിക്ചേഴ്സൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ അഥവാ ഡിസംബർ 7th നടക്കുന്നത്. ഡിസംബർ 14th ഒന്നും കൂടെ ചിൽ ആൻഡ് വൈബായിട്ട് റിയൽ ഗേൾസ് നൈറ്റ് ആണ്. നമ്മൾ ഈ കളക്ട് ചെയ്ത പിക്ചേഴ്സ് എല്ലാം കൂടെ നമ്മൾ കൊടുന്ന് ഒരുമിച്ചിരുന്ന് നമ്മൾ ഇതെല്ലാം ഒട്ടിക്കുന്ന നമ്മുടെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചിൽ ആൻഡ് ഫൺ ആൻഡ് വൈബ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും ഡിസംബർ 14th. അപ്പൊ നമ്മുടെ കൂടെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ യു ക്യാൻ കണക്ട് ദർ. ആൻഡ് ആൾസോ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് സഖിയ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നത്. സഖിയ ഈസ് എ ഫീമെയിൽ വെൽനസ് കമ്മ്യൂണിറ്റി ഫോർ മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇപ്പോൾ കറന്റ് നമുക്ക് 3 വാട്സാപ്പ് ഗ്രൂപ്പാണുള്ളത്. അതിനകത്ത് 2 നമുക്ക് ഫ്രീ ആണ്, ഒന്ന് മാത്രമേ പെയ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഫ്രണ്ട് സ്പേസ് ആണ്. ഫ്രണ്ട് സ്പേസ് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സേഫ് ആയിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാത്തൊരു ഗ്രൂപ്പ് ഓഫ് അമേസിങ് ലേഡീസ് ആണ് ഫ്രണ്ട് സ്പേസിനകത്ത് വരുന്നത്. ഗ്രോഹർ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഒന്നും കൂടെ ഗ്രോത്ത് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളവരാണ് രണ്ടാമത്തെ ഗ്രൂപ്പിനകത്തുള്ളത്. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ അതിനകത്ത് ടാസ്കുകളും ജേർണലിംഗ് പ്രോംപ്റ്റ്സും അഫർമേഷനും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ മൂന്നാമത്തതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. പെയ്ഡ് ഗ്രൂപ്പിന്റെ പേയ്മെന്റ് വരുന്നത് 499 ആണ്. ഇതിന്റെ അകത്താണ് നമ്മുടെ ഫിറ്റ്നസ് വരുന്നത്. 1 hour സൂം ലൈവ് സെഷൻസ് ആണ് വരുന്നത്. ഈ സെഷനകത്ത് തന്നെ മെഡിറ്റേഷൻ ഉണ്ട്, ജേർണലിങ്ങും അഫർമേഷനും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യും. അതിന്റെ ശേഷമാണ് നമ്മൾ എക്സസൈസസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ അകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കണക്ട് ചെയ്യാം. സോ ബാക്ക് ടു അവർ വിഷൻ ബോർഡ് സെഷൻ. ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ ഉണ്ടാക്കിയ വിഷൻ ബോർഡ് വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും എന്നാണല്ലോ നിങ്ങൾ ആലോചിക്കുന്നത്. ഓഫ് കോഴ്സ് സ്വാഭാവികമാണ്, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ പലപ്പോഴും വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ ലോങ് ടേം ഗോൾസ് ആയിരിക്കും അതിലേക്ക് കൂടുതൽ ആഡ് ചെയ്യുക. പക്ഷേ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാക്കണം. 1 ഇയറിലേക്കോ ഒരു ക്വാർട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു 1 മന്തിലേക്കൊക്കെ ഉള്ള ഗോൾസ് ആയിരിക്കണം നമ്മുടെ വിഷൻ ബോർഡിനകത്ത് വരേണ്ടത്. ആൻഡ് ആൾസോ ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. റിസൾട്ട് മാത്രം അല്ല, കുറച്ചും കൂടെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും വേർഡ്സും ഒക്കെയാണ് നമ്മൾ വിഷൻ ബോർഡിന്റെ അകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് വിഷൻ ബോർഡിന് ഇത്രയും പ്രാധാന്യം കിട്ടിയത്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്? ഫസ്റ്റ് എന്താ വെച്ചാൽ നമുക്കൊന്നുകൂടെ ക്ലാരിറ്റി ലഭിക്കും. നമ്മുടെ മനസ്സിൽ പല സ്വപ്നങ്ങളും ഉണ്ടാവും, പക്ഷെ അതിനൊന്നും ഒരു വ്യക്തത ഉണ്ടാവില്ല. വിഷൻ ബോർഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് വൺ ഈസ് ക്ലാരിറ്റി കിട്ടും. രണ്ടാമത് നമുക്കൊരു ഡെയിലി മോട്ടിവേഷനാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മളിങ്ങനെ വിഷൻ ബോർഡ് കാണുമ്പോൾ നമ്മുടെ ഗോൾസും ഡ്രീംസും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു റിമൈൻഡർ പോലെയാണ്. ഇതൊരു മോട്ടിവേഷൻ നമ്മൾക്ക് ഇങ്ങനെ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ക്ലാരിറ്റി, രണ്ടാമത് ഡെയിലി മോട്ടിവേഷനാണ്, മൂന്നാമത് ലോ ഓഫ് അട്രാക്ഷൻ. പല സക്സസ്ഫുൾ ആയിട്ടുള്ള
വ്യക്തികളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന്. അതെന്താ വെച്ചാൽ നമ്മുടെ ഫോക്കസ് എവിടെയാണോ അവിടേക്ക് എനർജി പോകും എന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ്സ് ആൻ ആക്ഷൻ പ്ലാൻ. വിഷൻ ബോർഡ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ആരും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടില്ല. വിഷൻ ബോർഡ് ഇങ്ങനെ നോക്കുമ്പോൾ അതിലേക്കുള്ള വഴികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ച് അതിനേക്കുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടൊക്കെയാണ് ഈ വിഷൻ ബോർഡ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ഒരു റീസൺ. പിന്നെ എങ്ങനെ വിഷൻ ബോർഡ് ഉണ്ടാക്കാം? ഇത് ഭയങ്കരമായിട്ടൊരു ആങ്ഷ്യസ് ആവേണ്ട ഒരു സംഭവമൊന്നുമല്ല. അയ്യോ, വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ തെറ്റിപ്പോയാൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്കത് ട്രാഷ് ചെയ്ത് വീണ്ടും ഉണ്ടാക്കാം. ചിലപ്പോൾ നമ്മുടെ ഗോൾസ് മാറും, നോ പ്രോബ്ലം, നമുക്ക് വീണ്ടും ചെയ്യാം. അല്ലാണ്ട് ഇതിപ്പോൾ ആരും അറിയുന്ന ഒരു കാര്യമല്ല, ഇത് നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ. ഒന്ന് നന്നായിട്ട് ആലോചിക്കുക, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് ചേഞ്ച് വേണ്ടത്. കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവും, നമ്മുടെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ടാവും, ഹെൽത്ത് റിലേറ്റഡ് ഉണ്ടാവും, ഫാമിലി റിലേറ്റഡ്, ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഇതാണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം, നമ്മുടെ ട്രാവലിങ്ങും വെക്കേഷൻസ് ആഡ് ചെയ്യാം, നമ്മുടെ ഹോം ആൻഡ് ഫാമിലി, ഹോബീസും ആക്ടിവിറ്റീസും, ഡിഫറെൻറ്റ് ഏരിയാസിൽ നമുക്ക് എന്തൊക്കെ മാറ്റാണ് വേണ്ടത് എന്നുള്ളത് ഒരു നോട്ട് ഡൗൺ ചെയ്യാം. ഓരോന്നിലും എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് ബുക്കിൽ ഓരോ ഏരിയാസിൻ്റെയും താഴെ എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നുള്ളത് മിനിമം ഒരു 5 തിങ്സ് എങ്കിലും എഴുതുക. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സെൻറ്ററിൽ വെക്കാൻ നമുക്കൊരു വേർഡ് ചൂസ് ചെയ്യാം. വേർഡ് ഓഫ് ദ ഇയർ എന്നൊക്കെ പറയില്ലേ, ലാസ്റ്റ് ഇയറിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസിസ്റ്റൻസി ആയിരുന്നു. ഈവൻ ദോ ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ദാറ്റ്. അത് ഇപ്പോഴും ശരിയായിട്ടില്ല, പക്ഷെ ഞാൻ ചൂസ് ചെയ്ത്, ഐ തിങ്ക് ഞാൻ ഈ വർഷം അത് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഏരിയാസിലും നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് പിക്ചേഴ്സും വേർഡ്സും കളക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിലൊക്കെ വരുന്നതുകൊണ്ടോ പിൻട്രസ്റ്റ് എന്നുള്ളത്. പിൻട്രസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണക്ട് ചെയ്യാം, ഇൻ്റർനെറ്റിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ ഇമേജസ് നിന്ന് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മാഗസിൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. പേഴ്സണൽ ഫോട്ടോസ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മുടെ സ്വന്തം ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിനോടൊന്നും കൂടെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ സ്വന്തം ഫോട്ടോസ് എങ്ങനെ ചെയ്യാം, നമ്മൾ വിചാരിച്ച പോലത്തെ ഫോട്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് AI യൂസ് ചെയ്തിട്ടോ ജെമിനൈ യൂസ് ചെയ്തിട്ട് നമ്മുടെ പിക്ചേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലേക്ക് മാറ്റിയെടുക്കാം. അതുപോലെ ക്യാൻവ AI യൂസ് ചെയ്ത് നമുക്ക് ഏതൊക്കെ വേർഡ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഭയങ്കര ക്യൂട്ടാക്കിയിട്ട് എടുക്കാം. എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, പിക്ചേഴ്സ് മാത്രമാണ് വേണ്ടത്. പിക്ചേഴ്സിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് വേർഡ്സും കോഡ്സും. നമ്മൾ ഓരോ ഗോൾസും നമ്മുടെ ഡ്രീംസും ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒരു കാര്യം ഇതുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാൻവയിലൊക്കെ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഒരു രീതിയിലേക്കുള്ള ഒരു വേർഡ്സ് ആക്കി മാറ്റി അത് യൂസ് ചെയ്യാം. കാരണം ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്കത് ഒന്നും കൂടെ ഫീല് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ പിക്ചർ കളക്ഷൻ എന്ന രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇതൊക്കെ നമ്മളൊന്നും കൂടെ അറേഞ്ച് ചെയ്യുക, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. നമ്മുടെ ഫോണിലാണ് നമുക്ക് ഈ പിക്ചേഴ്സ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവയിൽ പോയിട്ട് എല്ലാം കൂടെ ഒരു പേജിലേക്ക് എടുക്കാം. കാരണം നമുക്ക് പ്രിന്റ് എടുക്കുമ്പോൾ എല്ലാതും സെപ്പറേറ്റ് എടുക്കുന്നതിനേക്കാൾ ഈസി എല്ലാം കൂടെ ഒരു പേജിൽ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് എടുത്ത് നമ്മളെ ബോർഡിലേക്ക് പേസ്റ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രിന്റ് എടുക്കാൻ പാകത്തിൽ ഒരുപാട് ക്യാൻവ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് വിഷൻ ബോർഡിൽ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ ടെംപ്ലേറ്റ്സ് അങ്ങനെ തന്നെ പ്രിന്റ് എടുത്ത് നമുക്ക് അത് വിഷൻ ബോർഡ് ആക്കി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ പ്രിന്റ് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഐഡിയ പോലെ യൂസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിറ്റേഴ്സോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സോ ഒക്കെ ആഡ് ചെയ്യാം. വാഷി ടേപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. കളർഫുൾ ആയിട്ടുള്ള സ്കെച്ചസ്, നമ്മുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ എഴുതി വെക്കാം. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഒരു വൈബിനനുസരിച്ച് നമുക്കത് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഓക്കെ, ഇനിയാണ് ദ ബെസ്റ്റ് പാർട്ട് വരുന്നത്, ഡിസ്പ്ലേ. ഇത് നമ്മൾ എവിടെ വെക്കണം എന്നുള്ളത് ഡെയിലി നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാം. നമുക്ക് ബെഡ്റൂം വാളിൽ വെക്കാം, നമ്മുടെ വർക്ക് ഡെസ്കിൽ വെക്കാം, നമ്മുടെ ബാത്റൂം മിററിൽ വെക്കാം, വാർഡ്രോബിന്റെ ഡോറിൽ വെക്കാം, അവിടെ നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത്. ഇനി ഡിജിറ്റൽ ആണെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിന്റെയോ നിങ്ങളുടെ മൊബൈലിന്റെയോ വാൾപേപ്പർ ആയിട്ട് വെക്കാം. എല്ലാ ദിവസവും കുറഞ്ഞതൊരു 1-2 മിനിറ്റ് അത് എടുത്ത് നോക്കി ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്തു എന്ന് ഇമാജിൻ ചെയ്യാം. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്ന് ആലോചിക്കുക. അതിനേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക. വളരെ സ്പെസിഫിക് ആയിരിക്കണേ നമ്മൾ ഓരോ പിക്ചേഴ്സും ഓരോ ഗോൾസും കാര്യങ്ങളും ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്. എനിക്ക് സക്സസ് ആവണം,
അല്ലെങ്കിൽ എനിക്ക് പണം വേണം എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇത്ര രൂപ വേണം, എനിക്ക് ഇന്ന പോസ്റ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബിസിനസ്സിൽ ഇങ്ങനെ വേണം. വളരെ സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ മാക്സിമം നമ്മളതൊരു പ്രസന്റ് ടെൻസിലേക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ലൈക്ക് ഞാൻ ഹെൽത്തി ആണ്, ഞാൻ സക്സസ്ഫുൾ ആണ്, എൻ്റെ ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്നും കൂടെ ഒരു പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. പിന്നെ വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഇമേജസ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എൻ്റെ കടം ഇല്ലാതെയാക്കണം എന്നതിന് പകരം എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. കാര്യം ഒന്നാണെങ്കിലും അതിനെ നമ്മളൊന്നും കൂടെ ഒരു പോസിറ്റീവ് സൈഡിലേക്കാണ് പറയുന്നത്. പിന്നെ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു മാജിക് ടൂളൊന്നും അല്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഫോക്കസും മോട്ടിവേഷനും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ ടൂൾ തന്നെയാണ് വിഷൻ ബോർഡ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ വിഷൻ ബോർഡിലേക്കുള്ള പരിപാടികൾ തുടങ്ങുക. നമ്മുടെ കൂടെ വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഖിയയിൽ ജോയിൻ ചെയ്യാം. ഡിസംബർ 7നും ഡിസംബർ 14നുമാണ് നമ്മുടെ സെഷൻസ് വരുന്നത്. വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ദിസ് ഈസ് മുർഷിദ ഫ്രം സക്കിയ. ബൈ. ലവ് യു ആൾ.